ഹായ് കൂട്ടുകാരെ, കണ്ടോ ഈ ഒരു മുറി ചക്കയുണ്ട്. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ ചക്ക അങ്ങ് തിന്നുകളയാവുന്നു. ഇത് കണ്ടപ്പം നിങ്ങളാരും വിചാരിക്കരുത് ആർത്തിപ്പണ്ടാരമാണ്. കണ്ടപ്പോൾ എന്നെ കൊതി സമ്മതിക്കുന്നില്ല. ചക്കയും കരിക്കും ഏത് പാതി രാത്രി കിട്ടിയാലും തിന്നും. എന്നാൽ പിന്നെ ഇത് തന്നെ ആഹരിക്കാമെന്ന് വിചാരിച്ചു. ഇത് മുഴുവനും എനിക്ക് തന്നെ തിന്നണം. എന്താ പറയാനാണെന്നറിയാവോ? പക്ഷെങ്കിൽ ഒന്ന് ഞാനൊന്ന് മുറിക്കട്ടെ കയ്യിൽ വെച്ചിട്ട്. വെറും പച്ച ചക്കയാണ് കേട്ടോ. വെറും പച്ച എന്ന് വെച്ചാൽ വെറും പച്ച, വിളഞ്ഞതാണെന്നുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. അത് മുറിയുന്നതുമില്ല, എന്താ പറയാനാ, പച്ചയായിട്ടാണെന്ന് തോന്നുന്നു. പുതിയാണെങ്കിൽ സമ്മതിക്കുന്നുമില്ല. ഇത് മുഴുവൻ തിന്നാതെ കണ്ട് ഞാനിവിടുന്ന് എഴുന്നേക്കത്തില്ല. നിങ്ങൾ ആരും വിചാരിക്കല്ലേ ഇവള് തീറ്റിപ്പണ്ടാണ്. ഈ ഒരെണ്ണം എടുത്തതങ്ങ് താഴെയും പോയല്ലോ, അതേ ഇവിടോട്ട് പോയി. അത് പിന്നെ ലാസ്റ്റ് തിന്നാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ കണ്ടോ ചക്കയും ചകണിയും എല്ലാം അങ്ങ് തിന്നും, കളയത്തൊന്നുമില്ല. ചക്കക്കുരു കടിച്ചാൽ പൊട്ടത്തില്ല, അതുകൊണ്ട് അത് കളയും. അല്ലെ അതും തിന്നേനെ മരുന്ന്. ഇങ്ങനെ ഈ ചക്ക പച്ചയ്ക്ക് തിന്നുന്ന ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറ. പക്ഷെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചക്ക. ഏത് പാതിരാത്രിയാണെങ്കിലും ഞാൻ തിന്നാം. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ തിന്നാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്നങ്ങ് ഇത് മുഴുവൻ തിന്നിട്ടേ ഞാൻ എഴുന്നേക്കത്തുള്ളൂ. ഇത് തിന്നു തീരുന്നിടം വരെ ആരും കാണാതിരിക്കട്ടെ. അതുകൊണ്ട് ഇത് ചെത്തി ഇങ്ങനെ ഇരുന്നിട്ടിങ്ങനെ തിന്നണം. അതാണ് ഇന്നത്തെ പരിപാടി. കുറേശ്ശെ എടുത്തിട്ട് മുറിച്ച് തിന്നണം. ഇങ്ങനെ തിന്നു കഴിഞ്ഞാൽ അടിപൊളി. കണ്ടോ ഈ ചക്കയുടെ രുചിയൊന്ന് വേറെയാ. അത് കണ്ടോ. എന്താ ടേസ്റ്റാണെന്നറിയാമോ? ഒരു ചെറിയ ചക്കയായിരുന്നു. അതിങ്ങനെ പകുതി ഇങ്ങനെ എടുത്ത് അതിനെ മുറിച്ചങ്ങ് തിന്നു. ചകിണിയൊന്നും കളയുന്നൊന്നുമില്ല. അതും പോട്ടെ, ഒരു ചകലം കൂടെ. നിങ്ങൾക്ക് അതിശയം തോന്നുന്നുണ്ടല്ലയോ, ഇവളെന്താടാ ഈ പരിപാടി ഇങ്ങനെ കാണിക്കുന്നതെന്ന്. ഇതിങ്ങനെ എന്ത് ചെയ്യാനോ? ചക്കയുടെ കാര്യത്തിന് ആര് പറഞ്ഞാലും അവിടെ ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല. അത് പഴുത്തതാണെങ്കിലും പച്ചയാണെങ്കിലും കേട്ടോ, ഇങ്ങനെയൊക്കെ പോവും. അത് എന്തായാലും ഇതിവിടെ ഇരുന്ന് മുഴുവൻ തിന്നാം. അത് ഇതിനൊക്കെ പ്രശ്നമില്ല. അടിപൊളിയാ ചക്ക. ഇത് വെറും പച്ചയാണ് കേട്ടോ, മരമൊന്നുമില്ല. അറന്ത പച്ച എന്ന് വെച്ചാൽ മുട്ടൻ പച്ച, ഒരിതുമില്ല. എന്താ ചക്കയാണെന്നറിയോ? ഇതെൻ്റെ ഹൈറിപ്ലാവിലെ ചക്കയാണ്. ചകിണി പോലും ഇതാ ഇങ്ങനെ ആകും. അതാ ഇതിൻ്റെ ഗുണം. എന്തായാലും വേണ്ടതല്ല. നല്ല കാറ്റുമുണ്ട് ഇവിടെ ഇരിക്കാൻ. ഞാൻ മുറ്റത്തിറങ്ങിയിരിക്കാം. എന്തോ ചെയ്യാനെന്താ. അടുത്ത കഷ്ണം എടുത്തു.
ആരും കാണണ്ട കേട്ടോ, ആരോടും പറയും വേണ്ട. ഇവിടെ ഇങ്ങനെ ഒരു ചക്കപ്രാന്തി ഉണ്ടെന്ന്. എന്തായാലും വേണ്ടുകയില്ല കേട്ടോ, അടിപൊളിയാ ചക്ക. നല്ല തണുത്ത കാറ്റുമുണ്ട്. കുറച്ച് മുമ്പെയൊക്കെ ഭയങ്കര ചൂടായിരുന്നു ഇവിടെ ഇരിക്കാൻ. ഇപ്പം നല്ല കാറ്റുണ്ട്. അവിടെ ചകിണി ഉൾപ്പെടെയാണ് തിന്നുന്നത്. ഉണ്ടോ, വലിയ ചകിണി വരെയുണ്ട്. ഇതും ചകിണിയാ. ഇങ്ങനെ അങ്ങോട്ട് തിന്ന് എൻ്റെ ടേസ്റ്റ് പ്രത്യേകം വേറെയാണ്. ഇങ്ങനെ ചക്ക പച്ചക്ക് തിന്നുന്നവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വെറും പച്ചയാ, ഒരു മധുരവും ഇല്ല, ഒന്നുമില്ല. പക്ഷെ എനിക്കിത് അമൃതാണ്, അമൃത്. ചക്കക്കുരു മാത്രമേ കളയുള്ളൂ, കാടയും വലിയ ചകണിയും എല്ലാം തിന്നുക. സൂപ്പറാ. പിന്നെ ഇന്നത്തെ ഒരു ചകണി ഇരിക്കുന്നു. ഉണ്ടോ? ആരോടും പറയല് പോയിട്ട് കേട്ടോ. ചെറുക്കിയും കടിച്ചു. ആർത്തി മൂത്തതാ, ആർത്തി. ഓ എന്തായിരുന്നു. സൂപ്പർ ചക്ക. ഒരു നിവൃത്തിയില്ല, അല്ലെങ്കിൽ ഈ കുഞ്ഞൂടെ തിന്നേനെ. എന്ത് ചെയ്യാനും, അത് കടി കൊള്ളത്തില്ലല്ലോ, അതുകൊണ്ടാണ്. അതെ, അതിനകത്തൊരു കുണ്ട, അത് കൊള്ളില്ല കേട്ടോ, അത് കറുത്തിരിക്കുന്നു അതിനകത്ത് മുറിച്ചതിൻ്റെ കേട്ടോ. ഇതാ ചകിണി. ഹായ് ഹായ്, ഹലോ. ചക്ക എവിടെയെങ്കിലും ചക്ക ഉണ്ടെങ്കിൽ തിന്നാൻ വിളിച്ചാൽ മതി, ഞാൻ വരാം, ഒരു കുഴപ്പമില്ല.
കേട്ടോ. യോ, താഴെ വീണ് പോന്നു. ഒന്നും കളയാൻ പാടില്ല. എന്താ ടേസ്റ്റ്. അടുത്ത വീട്ടിൽ നിന്ന് ആരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ദൂരെ ആയതുകൊണ്ട് എൻ്റെ കൈ ഇങ്ങനെ വായിലിട്ട് പോകുന്നേ അവർക്ക് കാണത്തുള്ളൂ. താഴെ എന്താ ഇരിക്കുന്നെന്നുള്ളവർക്ക് കാണത്തില്ല കേട്ടോ. ഓ, അത് പീസ് കൂടെ ഉണ്ട്, അതുകൂടെ തിന്നെഴുതാം. എന്തായാലും വേണ്ടതല്ല, അടിപൊളിയായിട്ട് അങ്ങനെ അങ്ങ് തിന്നു. എൻ്റെ കിളിക്കും ഞാൻ നീ കരയണ്ട, തരാനില്ല. ഓ, എൻ്റെ അവിടെ ബ്രാവേ കിടക്കുന്നു, ഒരെണ്ണം കൊത്തിയത്, അത് പോയി തിന്നാ. ഇവിടെ വന്നിരുന്ന് എന്നോട് ചോദിക്കാതെ. കീഴ് നലക്കിയായിരുന്നു, എന്തെടുക്കാനാന്നോ എന്തേലില്ല. പോ നോക്കൂ. ഹായ് ഹലോ, ഞാനങ്ങനെ ചക്ക തിന്ന അവസാനിക്കാൻ പോകുന്നു. ഇവിടെ ഓലഞ്ഞാലിക്കിളിയുണ്ട്, അത് വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഉണ്ടല്ലേ കീ നലയ്ക്കും. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നതിനാ, ഞാൻ തിന്നുവാന്ന് അതിന് മനസ്സിലായി. അതിലൊരെണ്ണം പഴുത്ത് കിളി കൊത്തി അങ്ങനെ കിടപ്പുണ്ട്, അത് ഞാൻ അവർക്ക് കൊടുത്തു, ഞാനെടുത്തില്ല. അങ്ങനെ ഹാവ് ചക്കതീറ്റി കഴിഞ്ഞു. ഇനി ഒരു കട്ടൻ തൈല ഇവിടെ കിട്ടിയാൽ സൂപ്പറായി, കുഴിച്ചാലായി, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ചക്ക ഇത്രയും ചക്ക നിന്നൊക്കെ കയ്യിലൊന്നുമില്ല, അരക്കൊന്നും വരണ്ടില്ല, അരക്കില്ലാത്ത ചക്കയായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോഴേ ഇനിയിപ്പോൾ ഒരു കട്ടനൊക്കെ ഇട്ട് കുടിക്കട്ടെ. ഓക്കെ, ബൈ കേട്ടോ.